പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഒരു മോഡൽ പരീക്ഷയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇത് മദ്രസ ഗൈഡ് എന്ന ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്, ലഭ്യമാണ്. സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി. ഓക്കെ. അതേപോലെ പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മറ്റു സംവിധാനങ്ങളൊക്കെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക കേട്ടോ. ഒന്നാമത്തത്, അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഖത്തലൽ വലതു അൽ ഹയ്യ, കുട്ടി പാമ്പിനെ കൊന്നു എന്നാണ്. ഫിയയിലാണ് ആദ്യത്തിൽ വരിക, കാരണം ഫിയലിയായ ജുംലയാണ്. വലത് കുട്ടിയുണ്ട്, പാമ്പുണ്ട്. കുട്ടി പാമ്പിനെ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് ആൻസറാണ് ഖത്തല, കൊന്നു. ഓക്കെ. ഇതിൽ ഫാല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, അക്കല തിന്നു, ലറബ അടിച്ചു. ഓക്കെ. പിന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫെയിൽ വരുന്ന സമയത്ത് ഫെയിൽ രണ്ടായിട്ട് തരംതിരിക്കാം. മാലിയായ ഫെയിലും മുലാരിയായ ഫെയിലും. മാലിയായ ഫെയിൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ കാലത്തെ അഥവാ പാസ്റ്റിനെ കുറിച്ച് പറയാനാണ് മാലിയായ ഫെയിൽ. മുലാരിയായ ഫെയിൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രസൻറ്റ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ മുലാരിയായ ഫെയിൽ ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ മാലിയായ ഫെയിലാണെങ്കിലും മുലാരിയായ ഫെയിലാണെങ്കിലും കണ്ടെത്താനുള്ള ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ മാലിയായ ഫെയിലിൻ്റെ അവസാനത്തിൽ എപ്പോഴും ഫതഹായിരിക്കും. ഓക്കെ. മുലാരിയായ ഫെയിലിൻ്റെ അവസാനം ഞാൻ പറഞ്ഞത് മാലിയായ ഫെയിലിൻ്റെ അവസാനത്തിൽ എപ്പോഴും ഫതഹായിരിക്കും. ഓക്കെ. അക്കല, ഖത്തല, ലറബ, ഫഅല. എന്നാൽ മാലിയായ ഫെയിലിൻ്റെ അവസാനത്തിൽ എപ്പോഴും ലമ്മും ആദ്യത്തിൽ അനിയത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തൈന എന്ന് പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു വാക്യവുമായിരിക്കും. ഓക്കെ. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇങ്ങനെ തുടങ്ങുന്ന ഫെയിൽ കൊണ്ട് തുടങ്ങുന്ന ജുംലക്കാണ് ഫെയിലിയായ ജുംല എന്ന് പറയാം. ഇനി വലത് കൊണ്ട് തുടങ്ങി വെച്ചാൽ ഇസ്മിയായ ജുംലയാണ്. ഓക്കെ. അതേതായാലും അങ്ങനെ പോട്ടെ. നമ്മുടെ ഖത്തലാണ് ആൻസർ. പിന്നെ അദാത്ത നഫി ഫിൽ മാലിയായ ഫെയിലിൽ നഫിയുടെ അദാത്ത്, നഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ഒരു കാര്യം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നഫി ഉപയോഗിക്കുക. അപ്പോൾ മാലിയിൽ സ്വാഭാവികമായിട്ടും മാലിയിൽ മാ ഉണ്ട്. അപ്പോൾ മാലിയിലെ മാ തന്നെയാണ് നഫിയുടെ അദാത്ത്. അത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരും. ഇപ്പം മാ ഖത്തല, കൊന്നിട്ടില്ല എന്ന് പറയും. ഓക്കെ. പിന്നെ പൂർത്തിയാക്കുക. ഇതന്നെ ഇതാ ദഹല ഹർഫു ലാഫി അവലിൽ ഫെയിലിൽ മുലാരിയായ ഫെയിലിൻ്റെ ആദ്യത്തിൽ ലാ വന്നാൽ ആ സെൻറ്റൻസ് മംഫി ആവും. അപ്പോൾ മുലാരിയിൽ എന്താ വരിക? മുലാരി ആണെങ്കിൽ ലാ വരിക. എക്സാമ്പിൾ, ലാ യദ്ഖുലു, പ്രവേശിക്കൂല. ലാ യദ്ഖുലുൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യൻ പ്രവേശിക്കൂല. ഓക്കെ. നെക്സ്റ്റ്, പുതിയതാണ്. പുതിയതിന് നമ്മൾ പറയാം എന്താണ്? ജദീദ് എന്നാണ്. ഓക്കെ. ജദീദുൻ, പുതിയത്. വാച്ചിന് എന്താ പറയുക? സാഴത്ത് എന്നാണ്. ആ സാഴത്തോ, വാച്ച്. സാഴത്തിൻ്റെ അവസാനം താ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജദീദിൻ്റെ അവസാനം എന്ത് വേണം? താ വേണം. അപ്പോൾ എങ്ങനെ പറയാം? സാഴത്തു ജദീദത്തുൻ, വാച്ച് പുതിയതാണ്. ഓക്കെ. പിന്നെ അള്ളാഹു യൗമൽ ഖിയാമത്തി ഇലാമൻ ജറ ഇദാറുഹു, അതിൻ്റെ തുടക്കം കേട്ടോ ശരിക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുലാരി ആയ സെൻറ്റൻസ് ആവണം, പ്ലസ് അതിൻ്റെ തുടക്കത്തിൽ മംഫി വേണം. അപ്പോൾ മുലാരിനെ മംഫി ആക്കുന്നത് ഏതാണ്? ലാ ആണ്. അപ്പോൾ അള്ളാഹു നോക്കൂല എന്നുള്ള അർത്ഥമാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലാ യൻദുറു ആണ്. ലാ യൻദുറു അല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാമൻ ജറ ഇദാറുഹു ബത്തറൻ. ഓക്കെ. ഇതിലൊരു മോറലുണ്ട്. ഒരാൾ മനഃപൂർവ്വം അവൻ്റെ വസ്ത്രം നെര്യാണിക്ക് താഴെ വലിച്ചു കൊടുത്താൽ അവനെ അള്ളാഹു ഖിയാമത്ത് നോക്കൂല എന്നാണ്. അള്ളാഹു ഖിയാമത്ത് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. ഓക്കെ. അടുത്തത്, അൽ ജന്നത്തു ഖാത്തിയോൻ, എന്താണ്? പ്രവേശിക്കൂല എന്നാണ്. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്. അപ്പോൾ എന്താണ്? അതും മുലാരി പ്ലസ് മംഫി പ്ലസ് മുലാരിയാണ് വരിക. അപ്പോൾ ഏതാക്ഷരം? ലാ ആണ് തുടക്കത്തിൽ വരിക. അപ്പോൾ ലാ യദ്ഖുലു ആണ്, പ്രവേശിക്കൂല. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാക്കർത്ഥങ്ങൾ നോക്കണം കേട്ടോ. ലാ യൻദുറു പറഞ്ഞു, ലാ യദ്ഖുലു പറഞ്ഞു. ഇനി അടുത്ത്, അത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, ലാ യുഅ്മിനു ആണ് ഇവിടെ ആൻസർ. മുഅ്മിനാവുകയില്ല. അവിടെയും എന്താ ഉള്ളത്? മംഫി പ്ലസ് മുലാരി. ഏതാണ് തുടക്കത്തിൽ വന്നത്? ലാ വന്നത്. ഓക്കെ. നെക്സ്റ്റ്, അപ്പോൾ അലിവാത്തു കുല്ലുഹുന്ന ഇല്ല റബിയ, കുട്ടികൾ റബിയ ഒഴികെ എല്ലാവരും വന്നു എന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ടില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാം? വന്നിട്ടില്ല. മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻ്റായ കാര്യമാണ്. ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടത്. അപ്പോൾ എന്താണ്? വന്നിട്ടില്ല. അപ്പോൾ ഏതാണ് നമ്മൾ പറയുക? പാസ്റ്റാണ്. ഓക്കെ. പാസ്റ്റിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ പാസ്റ്റ് ആയിട്ടുള്ളത് ഈ രണ്ടെണ്ണമാണ്. അതേപോലെ ജാഅത്തി ഉണ്ട്. ബാക്കിയൊക്കെ മുലാരിയാണ്. തുടക്കത്തിൽ യാവും ലാസ്റ്റിൽ ലമ്മുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട. ഓക്കെ. ഈ വട്ടമിട്ടത് മതി. അപ്പോൾ പിന്നെ ഇതിൻ്റെ നമ്മൾ അർത്ഥം നോക്കുക. മാ റക്കിബ്തു, എന്താണ്? റക്കിബ എന്ന് പറഞ്ഞാൽ കയറിയാണ്. മാ റക്കിബ്തു, ഞാൻ കയറിയിട്ടില്ല എന്നാണ്. അപ്പോൾ അതുമല്ല, തെറ്റാണ്. പിന്നെ മാ ജാഅത്ത് മാ ഹലറ, രണ്ടെണ്ണം വന്നു. മാ ഹലറ എന്ന് പറയുമ്പോൾ അവിടെ ഹുവ എന്നുള്ളതാണ്. ബോയിയാണ്, ഒരാൾ. അവൻ ഹാലിറായിട്ടില്ല എന്നാണ്. അപ്പോൾ അതുമല്ല, ഇവിടെ നമ്മൾ കുട്ടികൾ, പെൺകുട്ടികളാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ്? ജാഅത്താണ് വരിക. ഓക്കെ. ജാഅത്തി ത്വാലിബാത്തു, പെൺകുട്ടികൾ വന്നു. ജാഅത്ത്, പെൺകുട്ടികൾ വന്നു. ഇല്ല റബിയ, റബിയ ഒഴികെയുള്ള എല്ലാ പെൺകുട്ടികളും വന്നു എന്നാണ്. ഓക്കെ. പിന്നെ ബാസിമുൻ അൽ യൗമ ഫി സഫി, ബാസിമ് ഒരാളാണ്, വൺ ബോയ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരു ബോയിനെ കുറിച്ച് പറയുന്നത് ബാസിമ് ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നാണ്. ഓക്കെ. ഒരാളാണ്, അവൻ. നീ എന്നല്ല, അവനാണ്. അപ്പോൾ ഏതാണ്? മാ ഹലറ, വന്നിട്ടില്ല. ബാസിമ് വന്നിട്ടില്ല. പിന്നെ മാ റക്കിബ്തു ഫി സഫീനത്തി എന്നാണ്. സഫീനത്ത് എന്ന് പറഞ്ഞാൽ കപ്പലിൽ. റക്കിബ എന്ന് പറഞ്ഞാൽ കയറി. മാ റക്കിബ്തു, ഞാൻ കയറിയിട്ടില്ല.
പിന്നെ അൽ ബിന്തു ഇലൽ മദ്രസത്തി. ബിന്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗേളാണ്. ഗേളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ് ഏതാ നോക്കുക. ലാ യൻദുർ ബോയിയാണ്. മാ ഹലറ ബോയിയാണ്. മാ റക്കിബ്തു ഞാനാണ്. പിന്നെയോ ലാ യദ്ഖുലു ബോയിയാണ്. ലാ യുഅ്മിനു ബോയിയാണ്. ജാഅത്താണ്. ജാഅത്ത് അൽ ബിന്തു പെൺകുട്ടി വന്നു, അല്ലെങ്കിൽ ഇലൽ മദ്രസ മദ്രസയിലേക്ക്. പിന്നെ അത്തുല്ലാബു കലാമൽ ഉസ്താദി ഉസ്താദിൻ്റെ വാക്കുകൾ കുട്ടികൾ എന്ത് ചെയ്തു. ഇനി തുല്ലാബു കലാമൽ ഉസ്താദി, അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ല എന്നാണ്, കുട്ടികൾക്ക് ഉസ്താദിൻ്റെ വാക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് തുല്ലാബ് കുട്ടികൾ, കുറേ കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മാ റക്കിബ്തു വരില്ല. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് മാ ഫഹിമയാണ്. നെക്സ്റ്റ്, ജലസ എന്ന ഫെയിലിൻ്റെ മുലാരി ഏതാണെന്നാണ്. ജലസ എന്നുള്ള വേർഡ് എടുക്കുക, ഒരു യാഗ് തുടക്കത്തിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ടോ ലാസ്റ്റിൽ ഒരു ലമ്മു ഇട്ട് കൊടുത്താൽ മുലാരി യജിലിസു. പിന്നെ യജിലിസു തന്നെ. ഓക്കെ, സോറി മംഫി ആട്ടോ ഇവിടെ ചോദിച്ചത്. മുലാരിക്ക് എങ്ങനെ മംഫിയാക്കുക, നമ്മൾ മീമ് ലാ ചേർത്ത് കൊടുക്കുക ആദ്യത്തിൽ, അപ്പോൾ യജിലിസു വരും. പിന്നെ മംഫി ഈ ജലസ എന്ന ഫീൽഡിനെ മംഫി ആക്കണേ തുടക്കത്തിൽ മാറ്റി കൊടുക്കുക, അപ്പോൾ മാ ജലസ മംഫിയായി. ഓക്കെ, മാലി മംഫി ജലസ എന്ന ഫീൽഡിൻ്റെ മാലി മംഫി മാ ജലസ എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റാണ്. പിന്നെ അതേപോലെ ജലസ എന്ന ഫീൽഡിൻ്റെ മാലി യജിലിസു യജിലിസാനി, അപ്പോൾ ലാ യജിലിസാനി ആയിട്ട് വരിക. പിന്നെ അഥവാ ഫീൽഡിൽ നമ്മൾ അലിഫിട്ട് കൊടുക്കും, മുലാരി ആകുമ്പോൾ ഒരു ന്യൂന് എക്സ്ട്രാ വരും. ഓക്കെ, പിന്നെ ജലസ എന്ന മുലാരി മുസ്ബത്ത്, അപ്പോൾ അപ്പോൾ ഏതാണ് യജിലിസു യജിലിസാനി. ഓക്കെ, പിന്നെ ജലസ്ന എന്ന ഫീൽഡിൻ്റെ മാലി മംഫി അങ്ങനെ വരിക എന്നാണ്. അപ്പോൾ ലാ യജിലിസു മാ ജലസ്ന എന്നാണ് വരിക. ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ്. ജലസ്ന എന്നുള്ളത് മുലാരി ആക്കുമ്പോൾ സർഫാക്കണം എന്ത്, ലാ തുടക്കത്തിൽ വേണം. ലാ യജിലിസു ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന ആറാമത്തതാണ്. അപ്പോൾ അത് മുലാരിയിൽ സർഫാക്കുമ്പോൾ യജിലിസു യജിലിസാനി യജിലിസൂന തെജിലിസു തെജിലിസാനി യജിലിസ്ന. ഓക്കെ, അപ്പോൾ ലാ യജിലിസ്ന ഇതാണ് വരിക. ഇനി കൺഫ്യൂഷനുള്ള ആളുകളുണ്ടാവും, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു മാർക്ക് കാണിച്ചത്. ഇപ്പോൾ യജിലിസു യജിലിസാനി യജിലി സൂന ഇങ്ങനെ വരിക. ഇതിൽ ഒരു വാവ് നൂനും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സസ് വന്നിട്ടുണ്ട്. പക്ഷെ അടുത്ത് നമ്മൾ എഴുതുമ്പോൾ യജിലി, ഇപ്പോൾ ഗേളാട്ടോ നമ്മൾ എഴുതുന്നത് ആറാമത്തത് ജം ആണ് എന്നത്. ഇപ്പോൾ യാ ജി ലി യജിലി. ഓക്കെ, ഇവിടെ ലമ്മിട്ടത് കൊണ്ടാണ് ഇവിടെ വാവ് വന്നത്. യജിലി സൂനക്ക് ലമ്മിനെ നീട്ടാനാണ് വാവ് വന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം നീട്ടുന്നില്ല, സുക്കൂൻ ഇട്ട് കൊടുക്കുകയാണ്. ആ വാവിനെ കട്ട് ചെയ്താണ്, കാരണം സുക്കൂനെ നീട്ടാനില്ലല്ലോ. ഒരു നൂനും അങ്ങോട്ട് കൊടുത്ത് ലാ യജിലിസ്ന. ആ ഒരു പാറ്റേൺ നോക്കി ആകെ. പിന്നെ ബോയ് ആണെങ്കിൽ എന്ത് ചെയ്യുക, വാവ് വരും. ഗേൾ ആണെങ്കിൽ ഗേളിൻ്റെ ജം ആണെങ്കിൽ വാവ് കട്ട് ചെയ്യും. വാവ് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നീട്ടാനൊന്നും ആവശ്യമില്ല, അപ്പോൾ എന്ത് ചെയ്യും, അവിടെ സുക്കൂൻ ഇട്ട് കൊടുക്കും. ഓക്കെ, പിന്നെ ജലസ്ന എന്ന ഫീൽഡിൻ്റെ മുലാരി മുസ്ബത്ത് എങ്ങനെ വരിക, ലാ യജിലിസ്ന. ഓക്കെ, പിന്നെ മജ്ഹൂല് കണ്ടെത്താനാണ്, സിമ്പിളാണ്. ഫറജ ഫുരിജ, ആദ്യത്തത് ലമ്മും പിന്നെ ഐൻ ഫീലിന് ഫതഹും, അഥവാ ഫായല എന്നുള്ളൊരു വേർഡിനെ സങ്കല്പിക്കാം. മാലിയിൽ ആദ്യത്തേന് ലമ്മിട്ട് കൊടുക്കുക, ഐൻ ഫീലിന് കെസറിട്ട് കൊടുക്കുക, ഫോയില. ഓക്കെ, ഇനി അത് പിന്നെ മുലാരി ആണെങ്കിൽ എഫ് അലു ആണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യത്തേതിന് ലമ്മിട്ട് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വേറൊന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ പ്രൊസീഡ് യുഫ് അലു. പിന്നെ യഗഫിറു എന്നുള്ളതിനെ മജ്ഹൂൽ എഴുതുമ്പോൾ ആദ്യത്തേന് ലമ്മിട്ട് കൊടുക്കുക, യുഗഫറു, ഐൻ ഫീലിന് ഫതഹും. പിന്നെ ഹാലൻ്റെ മജ്ഹൂൽ ഹാല എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ നമ്മൾ ആദ്യത്തേന് എന്ത് ചെയ്തു, കെസറിട്ട് കൊടുക്കുക, കെസറിന് നിൽക്കുക, വൈല എന്നാണ് വരിക. ഓക്കെ, പിന്നെ കാലൻ്റെ മജ്ഹൂൽ കയ്യില എന്നാണ് വരിക കേട്ടോ.